സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മാണി സി കാപ്പൻ എംഎൽഎക്ക് തിരിച്ചടി. കേസിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് വിചാരണ കോടതി പറഞ്ഞിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് മാണി സി കാപ്പൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, എന്തായാലും വിചാരണ കോടതിയുടെ നടപടി ശരിവച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഹൈക്കോടതി ഈ ഒരു വിഷയം തള്ളിയതോടെ എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്ത് മാണി സി കാപ്പൻ സമീപിച്ചത് ആ ഒരു നിലപാട് ഹൈക്കോടതി എന്തായാലും നിരാകരിച്ചു എന്നുള്ളതാണ്. വിവരങ്ങൾ ലഭിക്കുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, മുംബൈ വ്യവസായിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മാണി സി കാപ്പൻ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ്. ഈ കേസിലെ വിചാരണ നടപടികളാണ് അത് നിർത്തിവെക്കണമെന്നുള്ള ആവശ്യമാണ് ഹൈക്കോടതി നിലവിൽ തള്ളിയിരിക്കുന്നത്. മാണി സി കാപ്പനെതിരെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ അതിന്റെ ഘടകങ്ങളൊക്കെ തന്നെ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വിചാരണ കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മാണി സി കാപ്പൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാതെയാണ് വിചാരണ കോടതി ഇത്തരത്തിൽ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതായിരുന്നു മാണി സി കാപ്പന്റെ വാദം. എന്നാൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്നതിന് കാരണങ്ങൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന മാണി സി കാപ്പന്റെ ആവശ്യം കൂടി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഓഹരി വാഗ്ദാനം ചെയ്ത് ഏകദേശം 3.5 കോടി രൂപ മുംബൈ മലയാളിയായിട്ടുള്ള വ്യവസായിയിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു കേസ്. നേരത്തെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും നിലവിൽ ഈ കേസിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന മാണി സി കാപ്പന്റെ ആവശ്യമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ലക്ഷ്മി, ശരി.